നമസ്കാരം, ഞാൻ വികാസ് ഭദ്ര. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. ചില പേഴ്സണൽ കാരണങ്ങളാൽ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ മാസവും 2 വീഡിയോയെങ്കിലും ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ക്ലാസ് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ഒരു വീട് വരയ്ക്കുന്നതായിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ലീനിയർ പെർസ്പെക്റ്റീവ് കാറ്റഗറിയിലെ ലാസ്റ്റ് വണ്ണാണ് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്. 1 പോയിൻറ്റും 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്സിൻ്റെ ബേസിക്സ് മനസ്സിലാക്കി. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. കാരണം 1 പോയിൻറ്റും 2 പോയിൻറ്റും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ 3 പോയിൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 3 പോയിൻറ്റ് അല്പം ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പേഴ്സ്പെക്റ്റീവിൻ്റെ പ്ലേലിസ്റ്റ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ 3 വാനിഷിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ആദ്യം ഒരു ക്യൂബോയിഡ് വരച്ച് നോക്കാം. പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹൊറൈസൺ വരയ്ക്കുക. അതിനുശേഷം 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിലെ പോലെ 2 വാനിഷിംഗ് പോയിൻറ്റ് ഹൊറൈസണിൽ വരയ്ക്കുക. ഹൊറൈസണിൻ്റെ 2 അറ്റത്തായിട്ട് മാക്സിമം ഡിസ്റ്റൻസിൽ വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം വരയ്ക്കുക. അതിനുശേഷം മിഡിലായിട്ട് ഏറ്റവും മുകളിൽ വാനിഷിംഗ് പോയിൻറ്റ് 3 മാർക്ക് ചെയ്യുക. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ വരയ്ക്കുന്നത് പോലെ തന്നെ ക്യൂബോയിഡിൻ്റെ ബേസ് ആ ഒരു ടെക്നിക്കിൽ വരയ്ക്കുക. അതായത് താഴത്തെ ഫേസ് ആണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു കോർണർ പോയിൻ്റ് സെൻട്രലായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം വാനിഷിംഗ് പോയിൻറ്റ് 1ലേക്കും 2ലേക്കും വരച്ച് താഴത്തെ ഫേസ് ആദ്യം വരയ്ക്കുക. ഫേസ് വരച്ചതിന് ശേഷം അതിൻ്റെ കോർണർ പോയിൻറ്റിൽ നിന്നും വാനിഷിംഗ് പോയിൻറ്റ് 3ലേക്ക് റെഫറൻസ് ലൈൻസ് വരയ്ക്കുക. താഴത്തെ ഫേസിൽ നിന്നും വാനിഷിംഗ് പോയിൻറ്റ് 3ലേക്ക് ലൈൻസ് വരച്ച് കഴിയുമ്പോൾ ഒരു പിരമിഡ് പോലത്തെ ഷേപ്പായിരിക്കും കിട്ടുന്നത്. അതിൽ നമുക്ക് എത്രത്തോളം ഹൈറ്റ് വേണം, ആ ക്യൂബോയിഡിന് ഹൈറ്റ് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് വാനിഷിംഗ് പോയിൻറ്റ് 1, 2ലേക്ക് റെഫറൻസ് ലൈൻസ് വരച്ച് നമുക്ക് ആ ഒരു ക്യൂബോയിഡിൻ്റെ ഫോം കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ആ സ്ട്രക്ചർ വരച്ചെടുത്തിട്ട് ബാക്കി റെഫറൻസ് ലൈൻസ് മാച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോം ആയിരിക്കും കിട്ടുക. ഈ ഒരു ടെക്നിക്ക് വച്ചിട്ട് ഇനി വരുന്ന വീഡിയോസിൽ കുറച്ച് ഡ്രോയിങ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാകും. ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു ചെറിയ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫോംസ്, ആ സ്ട്രക്ചർ വരയ്ക്കുക, മനസ്സിലാക്കുക. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ വേറൊരു ഐ ലെവൽ കൂടിയുണ്ട്. ആദ്യം നമ്മൾ ക്യൂബോയിഡ് വരച്ചത് പേപ്പറിൻ്റെ താഴത്ത് ഹൊറൈസൺ വരച്ച് മുകളിൽ വാനിഷിംഗ് പോയിൻറ്റ് 3 മാർക്ക് ചെയ്തിട്ട് ക്യൂബോയിഡ് വരച്ചു. ഇനി അത് തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ ഹൊറൈസൺ വരയ്ക്കുക. വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ ഏറ്റവും താഴെയായിട്ട് മാക്സിമം താഴത്ത് വാനിഷിംഗ് പോയിൻറ്റ് 3 വരയ്ക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യൂബോയിഡിൻ്റെ ഫേസ് ആണ് വരയ്ക്കുന്നത്. കാരണം ഐ ലെവലിന് താഴത്തായിട്ടാണ് ഈ ഒരു ക്യൂബോയിഡ് വരുന്നത്. അതുകൊണ്ട് ക്യൂബോയിഡിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫേസ് നേരത്തെ വരച്ചതുപോലെ തന്നെ ആ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ഫേസ് ആദ്യം വരയ്ക്കുക. അതിനുശേഷം 4 കോർണർ വരച്ചില്ലെങ്കിലും 3 കോർണർ, കാണുന്ന 3 കോർണറിൽ നിന്നും വാനിഷിംഗ് പോയിൻറ്റ് 3, താഴെ കാണുന്ന വാനിഷിംഗ് പോയിൻറ്റ് 3ലേക്ക് റെഫറൻസ് ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം എത്രത്തോളം ഹൈറ്റ് വേണം, ആ ലെങ്ത്ത് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ആ പോയിൻറ്റിലേക്ക് വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ൽ നിന്നും റെഫറൻസ് ലൈൻസ് വരച്ച് ആ ഒരു ബോക്സ് സ്ട്രക്ചർ, ക്യൂബോയിഡ് സ്ട്രക്ചർ വരച്ചെടുക്കുക. ആവശ്യമില്ലാത്ത ലൈൻസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രക്ചറായിരിക്കും കിട്ടുക. അപ്പോൾ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് നമുക്ക് 2 വ്യൂ ഉണ്ട്. ഈ 2 വ്യൂവിന് ഓരോ പേരുകളുണ്ട്. അതായത് ഹൊറൈസൺ മുകളിലായിട്ട് ക്യൂബോയിഡ് താഴെ കാണുന്ന ആ ഒരു ഫോം, ആ ഒരു വ്യൂവിനെ ബേർഡ്സ് ഐ വ്യൂ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ
വിമാനത്തിൽ പോകുമ്പോൾ, അതായത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറൊക്കെ ആകുമ്പോൾ നമ്മൾ താഴത്തെ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ, അതായത് പക്ഷികൾ കാണുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യൂ. ആദ്യം വരച്ച വ്യൂ എന്ന് പറയുന്നത് ഹൊറൈസൺ പേജിൻ്റെ ഏറ്റവും താഴെയാണ്, വാനിഷിംഗ് പോയിൻറ്റ് മുകളിലാണ്. അത്തരത്തിലുള്ളൊരു വ്യൂവിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ബുർജ് ഖലീഫയുടെ താഴെ പോയി നിന്നിട്ട് ആ ബിൽഡിംഗ് കാണുമ്പോൾ അതിൻ്റെ ഒരു മാസ്നെസ് ഉണ്ട്. ആ ഒരു എന്താ പറയുക, വളരെ വലിപ്പം കൂടിയ വളരെ ഭീകരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണത്. അതിൻ്റെ അടുത്ത് നമ്മൾ വളരെ ചെറുതാണ്. അതായിരിക്കാം ആ ഒരു ഉറുമ്പുമായിട്ട് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ മാസ്സായിട്ടുള്ള ജൈൻജാൻറ്റിക് ആയിട്ടുള്ള ഒരു വിഷ്വൽസൊക്കെ നമ്മൾ ഡ്രോയിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉപയോഗിക്കാം. 1 പോയിൻറ്റ്, 2 പോയിൻറ്റ്, 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്, മൂന്നിൻ്റെയും ഇമേജസ് വെച്ച് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നോക്കാം. 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ആകുമ്പോൾ ഒരു വാനിഷിംഗ് പോയിൻ്റാണ്. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ആകുമ്പോൾ 2 വാനിഷിംഗ് പോയിൻറ്റ്. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ആകുമ്പോൾ 3 വാനിഷിംഗ് പോയിൻറ്റ്. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് 2 വ്യൂസ് ഉണ്ട്. ഒന്ന് ആൻഡ് വ്യൂ അല്ലെങ്കിൽ വേംസ് ഐ വ്യൂ, മറ്റൊന്ന് ബേർഡ്സ് ഐ വ്യൂ. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ഏകദേശം ഐഡിയ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതിപ്പോൾ സോഫ്റ്റ്വെയറിൽ വരച്ചത് കൊണ്ട് എളുപ്പമാണ് വരച്ച് കാണിക്കാൻ. ഇനി പേപ്പറിൽ വരയ്ക്കാം. പേപ്പറിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലാവും. ഫസ്റ്റ് ഡ്രോയിങ് ഹൊറൈസൺ പേപ്പറിൻ്റെ താഴത്ത് വരച്ച് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ ഒരു ക്യൂബോയിഡ് വരച്ച് നോക്കാം. ആദ്യം ഹൊറൈസൺ വരയ്ക്കുക, അതിനുശേഷം പേപ്പറിൻ്റെ 2 എൻഡിലായിട്ട് വരയ്ക്കണം, 2 അറ്റത്തായിട്ട് വരയ്ക്കണം. വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം. അതുപോലെ ഏറ്റവും ടോപ്പിൽ വാനിഷിംഗ് പോയിൻറ്റ് 3 മാർക്ക് ചെയ്യുക. അതിനുശേഷം ക്യൂബോയിഡിൻ്റെ ബേസ് വരയ്ക്കുക, 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ വരയ്ക്കുന്നത് പോലെ. ഫേസ് വരച്ചതിന് ശേഷം പോയിൻറ്റിൽ നിന്നും, ആ കോർണർ പോയിൻറ്റിൽ നിന്നും വാനിഷിംഗ് പോയിൻറ്റ് 3യിലേക്ക് ലൈൻസുകൾ വരച്ചു കൊടുക്കുക. തുടക്കം വരയ്ക്കുമ്പോൾ കളർ പെൻസിൽസ് യൂസ് ചെയ്യുക, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. വാനിഷിംഗ് പോയിൻറ്റ് 3യിലേക്ക് കോർണറിൽ നിന്നും റെഫറൻസ് ലൈൻസ് വരച്ചതിന് ശേഷം ഹൈറ്റ് എത്ര വേണം എന്ന് കണക്ക് കൂട്ടി സെൻറ്ററിൽ നിന്ന് വരച്ച റെഫറൻസ് ലൈനിൽ ഒരു പോയിൻ്റ് ഇടുക. ഹൈറ്റ് എത്ര വേണമെന്ന് നോക്കിയിട്ട് പോയിൻ്റ് ഇട്ടിട്ട് ആ പോയിൻറ്റിൽ നിന്നും വാനിഷിംഗ് 1ലേക്കും 2ലേക്കും ലൈൻസ് വരച്ചാൽ ക്യൂബോയിഡിൻ്റെ ഫോം ഏകദേശം കിട്ടും. നമുക്ക് വേണ്ട ലൈൻസ് ഡാർക്കൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഡ്രോയിങ് കിട്ടുന്നതായിരിക്കും. രണ്ട് ഫേസ് ആവശ്യമെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫേസിൽ കുറച്ച് ലൈറ്റ് ആക്കാം, ഒരു അടുത്ത ഫേസ് കുറച്ച് ഡാർക്ക് ആക്കാം. അങ്ങനെ ആൻഡ് ഐ വ്യൂവിലെ ഫസ്റ്റ് ക്യൂബോയിഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ വ്യൂ, ബേർഡ്സ് ഐ വ്യൂവിൽ ഈ ക്യൂബോയിഡ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഹൊറൈസൺ പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരയ്ക്കുക. വാനിഷിംഗ് പോയിൻറ്റ് 1ഉം 2ഉം 2 അറ്റത്തായിട്ട് മാർക്ക് ചെയ്യുക. വാനിഷിംഗ് പോയിൻറ്റ് 3 പേജിൻ്റെ ഏറ്റവും താഴെ ബോട്ടം അവിടെ മാർക്ക് ചെയ്യണം, സെൻട്രലായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ക്യൂബോയിഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ഷേപ്പിൻ്റെ ടോപ്പിലെ ഫേസ് ആണ് ആദ്യം വരയ്ക്കേണ്ടത്. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് മെത്തേഡിൽ ടോപ്പിലെ ഫേസ് വരയ്ക്കുക. അതിനുശേഷം കോർണറിൽ നിന്നുള്ള റെഫറൻസ് ലൈൻസ് താഴെ കാണുന്ന വാനിഷിംഗ് പോയിൻറ്റ് 3യിലേക്ക് വരച്ചു കൊടുക്കുക. സ്ട്രക്ചറിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് താഴത്ത് പോയിൻ്റ് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിൽ നിന്നും വാനിഷിംഗ് പോയിൻറ്റ് 1ലേക്കും 2ലേക്കും റെഫറൻസ് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ അവിടെ കിട്ടും. സ്ട്രക്ചറിൻ്റെ ഔട്ട്ലൈൻസ് ഡാർക്കൻ ചെയ്ത് കഴിയുമ്പോൾ ബേർഡ്സ് ഐ വ്യൂവിൽ ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ ഒരു ബോക്സ് സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കിട്ടും. ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, ഷെയ്ഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്ട്രക്ചർ കൃത്യമായി കിട്ടുക എന്നതാണ് ആദ്യം വേണ്ടത്.
ഈ 2 ഡ്രോയിങ്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. എങ്കിൽ മാത്രമേ പല പല പൊസിഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് വരയ്ക്കാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് 2 വ്യൂസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോക്സ് ഫോംസുകൾ വരച്ച് നോക്കാം. ആദ്യം ആൻഡ് വ്യൂവിൽ 2-3 ഫോംസ് വരച്ച് നോക്കാം. അടുത്തതായിട്ട് ബേർഡ്സ് ഐ വ്യൂവിൽ ഇതുപോലെ 2-3 ഫോംസ് വരച്ച് നോക്കാം. വ്യത്യസ്തമായ ചില കാഴ്ചകൾ വരയ്ക്കാനാണ് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗോഡ്സില്ല പോലത്തെ മൂവിയിലൊക്കെ അതിൻ്റെ ഒരു ക്യാമറ ആംഗിൾ ഉണ്ട്. ആ ആംഗിളിൽ വയ്ക്കുമ്പോൾ അതിൽ ആ ക്രീച്ചർ ഗോഡ്സില്ലയൊക്കെ വളരെ വലുതായിട്ട് നമുക്ക് ഓഡിയൻസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു വ്യൂ ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കാം. അതുപോലെ മാർവൽസിൻ്റെയൊക്കെ കോമിക്സ് ബുക്സിലെ ചില ആക്ഷൻസ് ഒക്കെ ഉണ്ട്, ഡ്രോയിങ്സ്, ഡൈനാമിക് പോസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ബേസിക്സ് അറിഞ്ഞാൽ രസകരമായിട്ട് വരയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസുകൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വിലപ്പെട്ട കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.